ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. ചിരിക്കരുതേ. മസ്താനി, യു ആർ എവിക്റ്റഡ്. സത്യം പരമാത്രം. അതെ. എന്റെ ഈശ്വര. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് കാണണോ? ബാക്കി ബിഗ് ബോസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. പ്രേക്ഷകർക്കൊക്കെ താങ്ക് യു. ഇനി അടുത്ത ആഴ്ച എന്നെ ഇഷ്ടമായാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭാഗ്യം തന്നിട്ട് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. അപ്പാണ് ഈ ഹൗസിൽ തുടരാൻ ഒട്ടും അനുയോജ്യമല്ല. അടുത്ത ആഴ്ച പാക്ക് ചെയ്ത് വെച്ചോ. ക്ഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. തിരുമീതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാരിയുടെ ഗുണ്ടായുസങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. പ്രേക്ഷക വിധി ഞാൻ വായിക്കാം. മസ്താനി, യു ആർ എവിക്റ്റഡ്. നേരോ എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പ തന്നെ ബലം കിട്ടി. മസ്താനി, യു ആർ എവിക്റ്റഡ്. ഇനി അടുത്ത ആഴ്ച എന്നെ ഇഷ്ടമായാലും എനിക്ക് പ്രശ്നമില്ല. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ, നീ നിന്റെ കരുത്താ പാവത്തിനോട് കാണിച്ചില്ലേ? നീ എന്റെ മെടുക്കൊന്ന് കാണ്ടോ. അപ്പാണിക്ക് വേണ്ടി അടുത്ത ആഴ്ച പാക്ക് ചെയ്ത് വെച്ചോ. ബൈ ബൈ മസ്താനി, മസ്താനി, ബൈ ബൈ മസ്താനി. നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാടാ. ഇന്ന് പാമ്പിക്ക് ശിവരാത്രിയാ. പണി നിങ്ങൾ ഞാൻ പറഞ്ഞ പണി നല്ല രീതിയിൽ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. മസ്താനി പോയി. അപ്പാണി വി മിസ് യു മുത്തേ. അപ്പൻ ചേട്ടൻ എപ്പോഴും പറയല്ലേ കർമ്മ ഇസ് റിയൽ, കർമ്മ ഇസ് റിയൽ ആൻഡ് കർമ്മ ഇസ് റിയൽ. അതുകൊണ്ടാണ് മസ്താനി പോയത്. ഇനി അടുത്ത ആഴ്ച എന്നെ ഇഷ്ടമായാലും എനിക്ക് പ്രശ്നമില്ല. ഒരക്ഷരം പോലും തെറ്റിയില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.